എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ആയുർവേദ, BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഏപ്രിൽ 10 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാർച്ച് 11 തീയതി മുതൽ ഈ ഒരു അപേക്ഷ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപേക്ഷ സംബന്ധിച്ച് ഈ ഒരു വിവരങ്ങൾ അറിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ 10 തീയതി വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അതായത് ഇനി 2 ദിവസം കൂടിയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്കുള്ളത്. അപ്പോൾ കണ്ണൂർ പറശ്ശിനിക്കടവ് MBR ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഉള്ള BSc നഴ്സിംഗ് ആയുർവേദ അതുപോലെ ബിഫാം ആയുർവേദ കോഴ്സുകളിലേക്കാണ് ഈ ഒരു പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. SC/ST വിദ്യാർത്ഥികൾക്ക് 400 രൂപയും ജനറൽ വിഭാഗത്തിന് 800 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ആകെ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50 സീറ്റുകളാണ് ഈ ഒരു BSc നഴ്സിംഗ് ആയുർവേദയിലും അതുപോലെ ബിഫാം ആയുർവേദയിലും ഈ ഒരു 50 സീറ്റുണ്ട്. അതായത് ഈ ഒരു ടോട്ടൽ സീറ്റ് നോക്കുന്ന സമയത്ത് 100 സീറ്റുകളാണുള്ളത്. അതായത് ബിഫാം ആയുർവേദയിൽ 50 സീറ്റ്, അതുപോലെ BSc നഴ്സിംഗ് ആയുർവേദയിൽ 50 സീറ്റ്, അങ്ങനെ ടോട്ടൽ 100 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു lbscenter.in എന്നുള്ള അതായത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് അതായത് lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് അഡ്മിഷൻ ടു BSc നഴ്സിംഗ് ആയുർവേദ ആൻഡ് ബിഫാം ആയുർവേദ കോഴ്സസ് 2024 അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഇനി 2 ദിവസം കൂടി മാത്രമേ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളൂ, അതായത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ 10 തീയതിക്കുള്ളിൽ നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രോസ്പെക്ടസ് അതുപോലെ ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാൻ വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു പ്രോസ്പെക്ടസിലും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതൊന്ന് വായിച്ച് നോക്കുക. അതായത് ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒരു ഫീസ് അടക്കാം. അപേക്ഷാ ഫീസ് യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. അതുപോലെ BSc നഴ്സിംഗ് ആയുർവേദം ബിഫാം ആയുർവേദം എന്നീ കോഴ്സുകളുടെ ദൈർഘ്യം 4 വർഷമായിരിക്കും. അപേക്ഷയെ തിരഞ്ഞെടുക്കുന്നത് LBS സെൻറ്റർ ഡയറക്ടർ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ നിന്നും പ്രത്യേക നിർദ്ദേശാനുസൃത സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അലോട്ട്മെൻറ്റ് മുഖേനയാണ്. സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സിന് 50 സീറ്റുകളും അതുപോലെ തന്നെ ബിഫാം ആയുർവേദം ഡിഗ്രി കോഴ്സിന് 50 സീറ്റുകളുമാണ് നിലവിൽ ഉള്ളത്. LBS സെൻറ്റർ ഡയറക്ടർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് ഈ ഒരു സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കുന്നതിനായിട്ട് ഉള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്കോടെ ജയിച്ചവർ പ്രവേശനത്തിന് അർഹരാണ്. SC/BC വിഭാഗക്കാർക്ക് 45% മാർക്ക് മതിയാകും. അതായത് ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ അതിൽ 50% നിങ്ങൾക്ക് ടോട്ടലായിട്ട് മാർക്ക് ഉണ്ടാവണം. SC/BC വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അതായത് ഈ ഒരു OBC അതുപോലെ OEC എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. SC/BCയിൽ കുറേ വിഭാഗങ്ങളുണ്ട്. SC/BCയിൽ അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ 45% മാർക്ക് നേടിയാൽ മതി. SC/ST വിഭാഗക്കാർ പാസ്സായാൽ മതിയാകും. അതായത് +2 ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പരീക്ഷ ജസ്റ്റ് പാസ്സായാലും മതിയാകും. അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ അപേക്ഷ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. അതുപോലെ തന്നെ പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകണം. അതുപോലെ നിങ്ങളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻസ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ ഒരു BSc നഴ്സിംഗ് ആയുർവേദം കോഴ്സിന് യോഗ്യതാ പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളുടെ അവസാന വർഷ പരീക്ഷയുടെ ആകെ മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ ബിഫാമിൻ്റെ ആയുർവേദം കോഴ്സിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ യോഗ്യതാ പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ വിഷയത്തിൻ്റെ അവസാന വർഷത്തെ പരീക്ഷയുടെ ആകെ മാർക്കാണ് പരിഗണിക്കുക. അപേക്ഷാർത്ഥികളുടെ റാങ്കും അവർക്ക് നൽകുന്ന കോഴ്സുകളുടെ ഓപ്ഷനും അടിസ്ഥാനമാക്കിയാണ് അലോട്ട്മെൻറ്റ് നൽകുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ അപേക്ഷകൾ നിരസിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പുതിയ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങൾ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതിനുള്ള ഏതെങ്കിലും സീറ്റുകൾ സമർപ്പിക്കാനോ അപേക്ഷയെ അനുവദിക്കുന്നതല്ല. സർക്കാർ അംഗീകരിച്ച പ്രോസ്പെക്ടസ് നിബന്ധനകൾക്ക് വിധേയമായി LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രോസ്പെക്ടസിലെ വിവിധ വ്യവസ്ഥകൾ പരീക്ഷാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റും മറ്റ് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളും നിരന്തരം ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പോൾ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നോട്ടിഫിക്കേഷനാണ്, അതത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഈ ഒരു അപേക്ഷയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകി ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. പിന്നീടുള്ള ഈ ഒരു സ്റ്റെപ്പിന് ശേഷം പിന്നീട് ഫീ പേയ്മെൻറ്റിലേക്കുള്ള സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് വഴി ആണെങ്കിൽ ഏകദേശം 24 മണിക്കൂർ എടുക്കും ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം പിന്നീട് ഈ ഒരു പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിവ ആദ്യത്തെ ആ ഒരു ബേസിക് രജിസ്ട്രേഷന് ശേഷം ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അതും നൽകി നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമാണ്. ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ബാക്കി സ്റ്റെപ്പുകൾ, അതായത് നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ ഉള്ള ഡീറ്റെയിൽസും അതുപോലെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഈ ഒരു വേണ്ട ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പിന്നീട് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ, തെറ്റുകളൊന്നും ആപ്ലിക്കേഷനിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ പരിശോധിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഏപ്രിൽ 10-ാം തീയതി, അതായത് ഇനി 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആയുർവേദ കോഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിങ്ങോ അല്ലെങ്കിൽ B.Pharm ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ആകെ സീറ്റുകൾ എന്ന് പറയുന്നത് ഓരോ കോഴ്സിനും 50 സീറ്റ് വെച്ചിട്ടാണ് ഓരോ കോഴ്സിലും വേക്കൻസി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.